ഹെല്ലോൺസ്, ഇതാണ് നമ്മൾ കണ്ണൂരുകാരുടെ ഉണ്ടപ്പുട്ട്, ചെമ്മീൻ ഉണ്ടപ്പുട്ട്. ഇത് പുട്ടിൻ്റെ ഉണ്ടയൊന്നുമല്ല കേട്ടോ, കാണിച്ചുതരാം എങ്ങനെയാണ്. 1 കിലോ ചെമ്മീനിലേക്ക് ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വെളിച്ചെണ്ണയിൽ നന്നായി ഒന്ന് പൊരിച്ചെടുക്കണം. ഇനി 4 ഉള്ളി കുനുകുനാ അരിഞ്ഞിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ ഒരു വലിയ തക്കാളി, പിന്നെ 1 ടേബിൾ സ്പൂൺ നിറയെ ഇൻസ്റ്റൻറ്റ് ഫിഷ് മസാല, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റിയതിന് ശേഷം നേരത്തെ പൊരിച്ച് മാറ്റി വെച്ച ചെമ്മീൻ അതിൽ എണ്ണയോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ സുർക്ക, അതായത് വിനേഗർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങ ഏത് വേണമെങ്കിലും ചേർക്കാം. ഇനി തേങ്ങ, ചെറിയുള്ളി, വലിയ ജീരകം, പച്ചമുളക് ഇതെല്ലാം മിക്സിയിലൊന്ന് ഒതുക്കിയതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി മാറ്റിയേക്കണം. ഇത് പുഴുങ്ങലരിയുടെ പൊടിയാണ് കേട്ടോ. പൊന്നിയരി, കുറുവാരിയൊക്കെ ഇല്ലേ, ചോറ് വെക്കുന്ന അരി, അതിൻ്റെ പൊടിയാണ്. അത് 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് പിന്നെ കുറച്ച് തേങ്ങയും ചുമന്നുള്ളിയും വലിയ ജീരകവും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. നേരത്തെ നമ്മൾ പച്ചമുളക് ചേർത്തിരുന്നു, പൊടിയിലേക്ക് പച്ചമുളക് വേണ്ട. ഇതെല്ലാം കൈവച്ച് നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇത് പുഴുങ്ങലരിയുടെ പൊടി ആയതുകൊണ്ട് തന്നെ നമുക്ക് പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് പച്ചവെള്ളം കൂടെ ഒഴിച്ച് ഇതിനൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഈ പൊടിയില്ലാത്തവരടുത്ത് പച്ചരിയുടെ പൊടിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ നൂൽപുട്ട്, നൈസ് പത്തിരി ഒക്കെ ഉണ്ടാക്കുന്ന പച്ചരിപ്പൊടിയില്ലേ, അതാണുള്ളതെന്നുണ്ടെങ്കിൽ നൂൽപുട്ടിന് കുഴയ്ക്കുന്ന പോലെ നല്ല തിളച്ച വെള്ളത്തിൽ വാട്ടിയെടുത്തിട്ട് ഇതുപോലെ കുഴച്ചെടുത്താലും മതി കേട്ടോ. പിന്നെ ഈ ഒരു കൺസിസ്റ്റൻസിലേക്ക് ആയതിനു ശേഷം കൈ വെച്ച് നന്നായി ഇതുപോലെ റോളാക്കി എടുക്കണം. കയ്യിൽ കുറച്ച് എണ്ണ തടവാൻ മറക്കരുത്. പിന്നെ നന്നായി എണ്ണയൊക്കെ തടവി ഇതുപോലെ റോളാക്കി കുറച്ച് തിന്നാക്കി എടുക്കണം കേട്ടോ, ഫ്ലാറ്റൻ ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാല ഇതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് ഇതുപോലെ ഉരുട്ടിയെടുക്കണം. ക്രാക്സ് ഒന്നും ഇല്ലാതെ നന്നായി ഉരുട്ടിയെടുക്കാൻ ശ്രമിക്കണം. കയ്യിൽ എണ്ണയാക്കി കൊടുത്താൽ ക്രാക്സ് ഒന്നും ഇല്ലാതെ കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ ഉണ്ട ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഈ ഉണ്ടനെ നമ്മൾ തേങ്ങയിലൊന്നിങ്ങനെ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ഈ ഉണ്ടപ്പുട്ടായി മാറും. ഇനി നമ്മുടെ ഈ ഉണ്ടപ്പുട്ടിനെ നമ്മളൊന്ന് ഒരു 15-20 മിനിറ്റ് ഒന്ന് ആവിയേറ്റിയെടുക്കണം. 15 മിനിറ്റ് 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ല ആവി പറക്കുന്ന ചൂടുള്ള ചെമ്മീൻ ഉണ്ടപ്പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ.